ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തലസ്ഥാനത്ത് വൻ ലഹരിവേട്ട. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും 42 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ പോത്തൻകോട് സ്വദേശി ഷൈജുവിനെ നെയ്യാറ്റിൻകര എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനായി കടത്തുന്നതിനാണ് ഷൈജു എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ലഹരി വസ്തുക്കൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടെ നിന്നും റോഡ് മാർഗം തലസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ വിൽപ്പന. തിരുവനന്തപുരം ജില്ലയിലെ ലഹരി സംഘത്തിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. ബംഗളൂരിൽ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷുക്കൂർ എന്ന വ്യക്തിയുടെ നിർദ്ദേശമനുസരണമാണ് ലഹരി വസ്തുക്കൾ കേരളത്തിലെത്തിയത്. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ പാറശാല മേഖലയിൽ വിപണനം നടത്താനായിരുന്നു പോത്തൻകോട് സ്വദേശിയായ ഷൈജുവിനെ നിയോഗിച്ചത്. ഇരുചക്ര വാഹനത്തിന്റെ നമ്പറും ഷർട്ടിന്റെ കളറും അടയാളമായി ലഹരി വസ്തു കൈപ്പറ്റാനെത്തുന്നവർക്ക് മുൻകൂട്ടി നൽകിയിരുന്നു. നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് വെച്ച് ലഹരി വസ്തുക്കൾ കൈമാറും. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര സർക്കിൾ ഇൻസ്പെക്ടർ ഷമീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഷൈജുവിൽ നിന്നും 42 ഗ്രാം MDMA പിടികൂടിയത്. വിപണിയിൽ 2 ലക്ഷത്തിലധികം രൂപ വില വരുന്ന മാരക ലഹരി വസ്തുവാണ് ഇയാളിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെത്തിയത്. ഷൈജുവിൽ നിന്ന് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിൽപ്പനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് സംഘം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.